പത്തനംതിട്ടയിൽ ഒരു യുവാവ് ആൾക്കൂട്ട മർദ്ദനത്തിനിടയാകുന്നു. ആള് മാറിയാണ് അക്രമി സംഘം യുവാവിനെ ആക്രമിച്ചത്. അതിനുശേഷം മാരകമായി പരിക്കേറ്റ യുവാവ് സ്വയം കാർ ഓടിച്ച് സമീപത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കയറി ചെല്ലുന്നു. ആക്രമിച്ച ആളുകളും ഈ യുവാവിനെ പിന്തുടരുന്നു. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടതിന് ശേഷം ഡോക്ടർ ചോദിച്ചപ്പോൾ തൻ്റെ പുറകെ വരുന്ന ഈ അക്രമി സംഘത്തെ ഭയന്ന് ഈ യുവാവ് പറഞ്ഞത് തനിക്ക് ഒരു വാഹനാപകടം സംഭവിച്ചതെന്നാണ്. അതിനുശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് ഇത് ഒരു അപകടം എന്ന രീതിയിലാണ് ഡോക്ടറുടെ സന്ദേശം പോയത്. ശേഷം ഈ യുവാവിൻ്റെ സുഹൃത്തുക്കൾ വിവരമറിഞ്ഞ് ആശുപത്രിയിലേക്ക് എത്തുന്നു. ആ സുഹൃത്തുക്കളോട് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ഈ യുവാവ് പറയുന്നു. പോലീസിനോടും പിന്നീട് യുവാവ് തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാക്കുന്നു. പക്ഷേ തന്നെ മർദ്ദിച്ചവർക്കെതിരെ പോലീസ് ഒരു നടപടിയും എടുക്കുന്നില്ല എന്നാണ് യുവാവിൻ്റെ വലിയ ഒരു പരാതിയുള്ളത്. ഇപ്പോൾ ആ യുവാവ് തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. അന്ന് എന്താണ് സംഭവിച്ചത്? ചേട്ടാ, ഇത് അന്ന് ഒരു 19-ാം തീയതി രാത്രിയിലാണ് സംഭവം. അത് ഞാനാണെങ്കിൽ റാന്നിയിൽ ഇതുപോലെ തന്നെ ഒരു ഹോട്ടലിൽ രാത്രിയിൽ ഫുഡ് മേടിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലോട്ട് ഫുഡ് മേടിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ചെന്നപ്പം നമുക്ക് അറിയാവുന്ന കുറച്ച് സുഹൃത്തുക്കൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ മക്കളെ എവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചിട്ട് ഞാൻ പാഴ്സൽ പറഞ്ഞ് അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞിങ്ങനെ റാന്നിയിലൊരു ഹോട്ടലിൽ വെച്ചിട്ട് ഇതുപോലെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ അവിടെ എന്തോ ഇത് കഴിഞ്ഞിട്ട് വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ മക്കളെ ആരാണ് നിങ്ങളെ തല്ലിയതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പ്രകോപനം ഇല്ലാതെ അവിടെ കൂടി നിന്നിരുന്ന കുറേ പേര് സംഘം ചേർന്ന് എന്നെ മർദ്ദിക്കുകയും എന്നെ വെച്ച് ഒരുമാതിരി കൊല്ലാനുള്ള രീതിയിൽ ആണെങ്കിൽ ഒരു പ്രകോപനം ഇല്ലാത്ത രീതിയിൽ അവരാണെങ്കിൽ മർദ്ദിച്ച് എൻ്റെ കണ്ണിൻ്റെ അവിടെയാണ് എനിക്ക് ആദ്യം ഇടി കിട്ടുന്നത്. അവർ എന്തെങ്കിലും ആയുധം കയ്യിൽ കരുതിയിരുന്നു? ഒരു പയ്യൻ്റെ ആണെങ്കിൽ കയ്യിലിരുന്ന് ഇടിവള വെച്ചിട്ടാണ് ആദ്യം ഇടിക്കുന്നത്. അത് കണ്ണിലാണ് ഇടിച്ചത്. കണ്ണിൻ്റെ അവിടെ ഇടിച്ച് അതെന്ന് വെച്ചാൽ ആ സമയത്ത് തന്നെ ഞാൻ മറിഞ്ഞ് വീഴുകയായിരുന്നു. വീണ് കഴിഞ്ഞ് വെച്ച് പിന്നെ എന്നെ ഒരു 3-4 പേര് ചേർന്നിട്ട് ചവിട്ടുകയും കാര്യം എന്നെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല. ഞാൻ പറഞ്ഞത് അവർ എന്തിനാണ് മർദ്ദിക്കുന്നത് പോലും എനിക്ക് അറിയുന്നില്ല. അപ്പോഴത്തേക്ക് ഞാൻ പകുതി അൺകോൺഷ്യസ് ആയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. കണ്ണിൽ മർദ്ദനമേറ്റു, ശരീരമാസകലം മർദ്ദനമേറ്റു. മാസകലം എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ചവിട്ടുമായിരുന്നു, റോഡിലിട്ടങ്ങ് ചവിട്ടുകയും കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരുമാതിരി അങ്ങ് വല്ലാത്ത രീതിയിൽ അങ്ങ് ആക്കുമായിരുന്നു. അവരെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും പ്രതികരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിപ്പോയി. കാര്യം ആദ്യം തന്നെ നമ്മുടെ കണ്ണിൻ്റെ ഇവിടെ ഇടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരുമാതിരി ഫുൾ ബ്ലാങ്ക് ആയി പോകുന്ന ഒരു അവസ്ഥയായിപ്പോയി ഞാൻ. അപ്പോഴത്തേക്ക് എന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ കൊല്ലുവിടാന്നുള്ള രീതിയിൽ അപ്പം കുറച്ച് പേര് വരുന്നുണ്ട്, അവർ പിടിച്ചു മാറ്റാൻ നോക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആൾ മാറി എന്നുള്ള രീതിയിൽ പറയുന്നുമുണ്ട്. പക്ഷെ ഒന്നിനും ഒരു ഇതില്ലാതെ എന്തോ ഒരു ലഹരിക്ക് അടിമപ്പെട്ട പോലെ രീതിയിൽ അങ്ങ് വല്ലാത്തൊരു ആക്രോശത്തിലായിരുന്നു അവർ ലഹരിക്ക് അടിമപ്പെട്ടതായി നമുക്ക് വ്യക്തമായി ബോധ്യം വന്നിട്ടുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് വീണ്ടും നമ്മുടെ അറിയാവുന്ന കുറേ സുഹൃത്തുക്കൾ വഴി തിരക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഈ ഒരു കേസിന് വേണ്ടിയിട്ട് ഞാൻ മുന്നോട്ട് നിൽക്കുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലഹരിക്ക് അടിമപ്പെട്ട് പല കാര്യങ്ങളും ഇവർ അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. നാളെ ഒരു സാധാരണക്കാരൻ ഇതുപോലത്തെ ഒരു അവസ്ഥ വരാൻ പാടില്ല. അന്ന് ആ സംഭവത്തിന് ശേഷം, അതായത് താങ്കൾക്ക് ക്രൂരമായിട്ട് അവിടെ വെച്ച് മർദ്ദനമേൽക്കുന്നു, ആൾ മാറിയാണ് അവർ മർദ്ദിച്ചത്, പിന്നീട് താങ്കൾ ആശുപത്രിയിലേക്ക് പോകുന്നു, അതുകൂടി ഒന്ന് വിവരിക്കാമോ? ഞാനപ്പോൾ എന്നെയാണെങ്കിൽ നിലത്തിട്ട് ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കൂടി നിൽക്കുന്നവരെല്ലാം പിടിച്ചു മാറ്റാൻ നോക്കുന്നുണ്ട്, പക്ഷേ ആരും എന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ നോക്കുന്നില്ല. അപ്പോഴത്തേക്ക് ഞാൻ എന്നു വെച്ച് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു പെട്രോളിംഗ് വണ്ടി വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് എനിക്ക് അവരോട് കംപ്ലയിൻറ്റ് ചെയ്യാൻ പോയപ്പോഴത്തേക്ക് പോലും ഇവർ എന്നെ പിടിച്ചു മാറ്റി സൈഡിലോട്ട് കൊണ്ടുപോയി നിർത്തി എന്നെ അങ്ങോട്ട് പോകാനുള്ളൊരു സാഹചര്യം പോലും ഇല്ലാതാക്കുമായിരുന്നു. അതായത് പോലീസ് വന്നപ്പോൾ പോലീസിൻ്റെ അടുത്തേക്ക് താങ്കൾ പോകാൻ ശ്രമിച്ചെങ്കിലും ഈ ആക്രമിച്ച ആളുകൾ അത് തടഞ്ഞു. അപ്പോൾ എൻ്റെ ടീഷർട്ട് മുഴുവൻ ബ്ലഡ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഷർട്ട് ഊരിയിട്ട്, അതായത് എനിക്ക് വേറെ ടീഷർട്ട് തരാം, അങ്ങോട്ട് പോകരുത്, പോയി കഴിഞ്ഞാൽ പോലീസ് എല്ലാം പ്രശ്നമാകും എന്നുള്ള രീതിയിൽ എന്നെ ഭീഷണിപ്പെടുത്തുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇവരുടെ കൈ തട്ടി മാറ്റിയിട്ട് എൻ്റെ വണ്ടി ഓടിച്ച്, കാര്യം ഞാൻ ഒറ്റയ്ക്ക് കാർ ഡ്രൈവ് ചെയ്ത് ഞാൻ നേരെ ഹോസ്പിറ്റലിലോട്ട് പോയിരുന്നു. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് ഇവരെന്നെ ബൈക്കിൽ പുറകെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ ആകെപ്പാടെ ഒരു പേടിയായിപ്പോയി. കാര്യം അതായത് താങ്കൾ കാർ എടുത്തു, ഡ്രൈവ് ചെയ്യുന്നു, ആശുപത്രിയിൽ എത്രയും പെട്ടെന്ന് എത്തുക എന്നുള്ളതാണ്. രക്തം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് പുറകിൽ തന്നെ മർദ്ദിച്ച ആളുകൾ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് കൃത്യമായിട്ട് താങ്കൾക്ക് മനസ്സിലായി. എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് ചെന്നെത്തുക എന്നുള്ളത് മാത്രമായിരുന്നു മനസ്സിൽ. ആശുപത്രിയിൽ ചെന്നതിന് ശേഷം എന്ത് സംഭവിച്ചു? ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒറ്റയ്ക്കാണ് ചെന്നത്. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് 2 സിസ്റ്റർമാരുണ്ടായിരുന്നു, ഡ്യൂട്ടി ഡോക്ടർ അകത്തുണ്ടായിരുന്നു, 2 സിസ്റ്റർമാരുണ്ടായിരുന്നു. ഞാൻ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇത് പറ്റിയെന്ന് പറയും, തല പൊട്ടിയെന്ന് പറഞ്ഞ് അകത്തോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അന്നേരത്തെ ഒരു പേടിയും ഇവരെന്നെ എന്തെങ്കിലും ചെയ്യുമോ, കാര്യം പുറകെ വന്ന് അവരെന്നെ അവിടെ വെച്ച് എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളൊരു ഭീഷണിപ്പെടുത്തലിനും ഇതെല്ലാം കൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ബൈക്കിൽ നിന്ന് വീണതാണ് എന്നുള്ള രീതിയിൽ ഞാനൊരു മൊഴി പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ അന്നേരം തന്നെ സ്റ്റിച്ചസ് ഇടുകയും. അപ്പോൾ എത്ര സ്റ്റിച്ച് ഇട്ടു? ഇത് 9 സ്റ്റിച്ചസ് ഉണ്ടായിരുന്നു. കണ്ണിൻ്റെ ഈ പിരികത്തിൻ്റെ മുകളിൽ അവർ 9 സ്റ്റിച്ചസ് ഇട്ടു. സ്റ്റിച്ചസ് ഇട്ട് കഴിഞ്ഞ് ഉടനെ തന്നെ ഡോക്ടർ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു എനിക്ക് ചെസ്റ്റ് പെയിൻ ഉണ്ട്, എനിക്ക് മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നിട്ടുണ്ട്, പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞേച്ച്
അവർ അപ്പോഴത്തേക്ക് എനിക്ക് അന്നേരത്തേക്കൊന്നും ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഒരു കൂട്ടുകാരെല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ അവരോട് സത്യാവസ്ഥ പറഞ്ഞപ്പോഴത്തേക്കാണ് ഇതിൻ്റെ ഒരു അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നത്. പിന്നീട് അവിടെ വെച്ച് തന്നെ താങ്കൾ ഡോക്ടറോട് പറഞ്ഞു, ഞാൻ ആദ്യം പറഞ്ഞത് ബൈക്ക് അപകടമെന്നാണ്, അത് പേടിച്ചത് കൊണ്ടാണ് പറഞ്ഞത്, പക്ഷേ അതല്ല സത്യം, എന്നെ ചിലർ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചതാണ്. അങ്ങനെ ആ ഡോക്ടറുടെ അടുത്ത് പറഞ്ഞപ്പോൾ ഡോക്ടറുടെ മറുപടി എന്തായിരുന്നു? ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഞാൻ കാലെ പിടിച്ചാൽ പറഞ്ഞു, ഡോക്ടറെ ഇത് ശരിക്കും ഇങ്ങനെയാണ് അവസ്ഥ പറ്റിയത്, എന്നെ മർദ്ദിച്ചതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇല്ല ഇനി ഇതൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല, ആദ്യത്തെ മൊഴി ഇത് ഓൺലൈനിലാണ് പോലീസിന് ഇൻറ്റിമേഷൻ പോകുന്നത്, ഫുള്ള് കമ്പ്യൂട്ടറൈസ് ആയി, ഇനി ഇതിനകത്ത് ചേഞ്ചസ് ഒന്നും വരുത്താൻ പറ്റിയില്ല, അങ്ങനെയാണ് പറഞ്ഞത് ഡോക്ടർ. ഞാൻ ഒരുപാട് തവണ ഞാൻ ആവർത്തിച്ച് ഞാൻ പറഞ്ഞു, ഡോക്ടർ എങ്ങനെയെങ്കിലും ഇത് ശരിക്കുള്ള മൊഴി ഇതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒട്ടും അത് അക്സെപ്റ്റ് ചെയ്യാൻ സമ്മതിച്ചില്ല അവർ. പിന്നീട് താങ്കൾ മറ്റൊരു ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സയ്ക്കായി പോയി. അവിടെ ചെന്ന് പരിശോധനകൾ നടത്തിയപ്പോൾ താങ്കൾക്ക് എന്തൊക്കെ ശരീരത്തിൽ ഡാമേജ് പറ്റിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? ഞാൻ അത് കഴിഞ്ഞാൽ എനിക്ക് സിവിയർ ചെസ്റ്റ് പെയിൻ ആയിട്ട് ഞാൻ എന്നെ നമ്മുടെ സുഹൃത്തുക്കളെല്ലാം പത്തനംതിട്ടയിലുള്ള വേറൊരു സ്വകാര്യ ആശുപത്രിയിലോട്ട് എന്നെ കൊണ്ടുപോയി കഴിഞ്ഞ് അവിടെ ചെന്ന് CT സ്കാൻ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കാണ് എൻ്റെ സിക്സ്ത് റിബിന് ഫ്രാക്ചർ, അതുപോലെ എൻ്റെ നേസൽ ബോൺ മൂക്കിൻ്റെ പാലത്തിൻ്റെ അവിടെ ഇടത് സൈഡിൽ ഒടിവുണ്ട്. പിന്നെ എനിക്ക് ആ സെയിം കാര്യം സ്റ്റിച്ചസ് ഓൾറെഡി ഇട്ടതുകൊണ്ടും പിന്നെ ശരീരമാസകലം ചതവുകളാണ്, മുറിവുകളല്ല. കാര്യം ബൈക്കിൽ നിന്ന് വീണതാണെങ്കിൽ എൻ്റെ ശരീരത്തിൽ മുറിവുകളാണ് കണ്ടത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മർദ്ദിച്ചതിൻ്റെ ചതവുകളാണ്. അതുപോലെ എൻ്റെ പല്ലിൻ്റെ സൈഡിലാണെങ്കിൽ പൊട്ടലുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം അവിടെ ആ സ്വകാര്യ ആശുപത്രിയിൽ അവരത് റെക്കോർഡ് ചെയ്യുകയും അവിടുന്ന് അവർ MLC കറക്റ്റായിട്ട് എടുത്ത് പോലീസിന് ഇൻറ്റിമേഷൻ പോവുകയും ചെയ്തിരുന്നു. അതായത് താങ്കൾ ആദ്യം പ്രവേശിപ്പിക്കപ്പെട്ട ആശുപത്രിയിൽ പരിശോധന നടത്തിയപ്പോൾ താങ്കളുടെ 6ാമത്തെ വാരിയലിന് പൊട്ടലുണ്ടെന്നും മൂക്കിൻ്റെ ഈ ഭാഗത്ത് പൊട്ടലുണ്ടെന്നും ഉള്ള കാര്യം കണ്ടെത്തിയിരുന്നില്ല. ഞാനത് പറഞ്ഞിരുന്നു, കാര്യം എനിക്ക് മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നിട്ടുണ്ട്, എനിക്ക് ചെസ്റ്റ് പെയിൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ എക്സ്റേ എടുത്തു കഴിഞ്ഞ് വെച്ചാൽ അവർ പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല, ഇത് ഒരു ട്രിപ്പ് ഇട്ട് വേണമെങ്കിൽ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ കിടത്താം. അതിൻ്റെ അഡ്മിറ്റ് ചെയ്യാനൊന്നും തയ്യാറായില്ല അവർ. ഓക്കെ, രണ്ടാമത് താങ്കൾ വിദഗ്ധ ചികിത്സയ്ക്കായി പോയ ആശുപത്രിയിൽ നിന്നും പോലീസിലേക്ക് കൃത്യമായിട്ടുള്ള വിവരം പോയല്ലോ, താങ്കൾക്ക് ഇന്ന പരിക്കുകളുണ്ട്, ഇത് കൃത്യമായും മർദ്ദനമേറ്റതാണ് എന്ന രീതിയിലുള്ള ഒരു അറിയിപ്പാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോയിരിക്കുന്നത്. പിന്നീട് താങ്കൾ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ അവരുടെ ഒരു റിപ്ലൈ എങ്ങനെയായിരുന്നു? ഞാൻ ആദ്യം തന്നെ ഞാൻ ആദ്യം പോയ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ഇൻറ്റിമേഷൻ പോയതിൻ്റെ ആ ദിവസം തന്നെ ഞാൻ രാവിലെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന്, അപ്പം ഹോസ്പിറ്റലിൽ എന്തായാലും ഈ മൊഴി എന്തായാലും അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അവരെന്തായാലും ഇത് പോലീസ് സ്റ്റേഷനിലേക്ക് അവർ ഉറച്ചു നിന്ന് ആദ്യം പറഞ്ഞ മൊഴി തന്നെയാണ് അവർ ഉറച്ചു നിന്നത്. പക്ഷേ ഞാൻ ആ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞേച്ച് ഞാൻ അവിടെ CA കാണുകയും എനിക്ക് എന്താണ് സംഭവിച്ചെന്നുള്ളത് കറക്റ്റായിട്ട് ആ മൊഴി രാവിലെ തന്നെ ഞാൻ എൻ്റെ കൈപ്പടയാൽ തന്നെ ഞാൻ എഴുതി, ഞാനത് ഒപ്പിട്ട് ഞാൻ ആരൊക്കെയാണ് പ്രതികളെന്നുള്ളതും എല്ലാം ഞാൻ കണ്ടുപിടിച്ച് എല്ലാ രീതിയിലുള്ള രേഖകൾ ഞാൻ അവിടെ കൊടുത്തതാണ്. അപ്പോൾ അത് കൊടുത്തിട്ട് അതിൻ്റെ GD റെസിപ്റ്റിൻ്റെ കോപ്പിയും കാര്യങ്ങളും എല്ലാം എൻ്റെ കയ്യിലുണ്ട്. അത് കഴിഞ്ഞ് രണ്ടാമത് ഈ സ്വകാര്യ ആശുപത്രിയിൽ ഞാൻ പോയി പത്തനംതിട്ടയിൽ വിദഗ്ധ ചികിത്സയ്ക്ക് പോയി കഴിഞ്ഞേച്ച് അവിടെ നിന്നുള്ള ഇൻറ്റിമേഷൻ്റെ പുറത്ത് സ്റ്റേഷനിൽ നിന്ന് തന്നെ വിളിക്കുകയും FIR എൻ്റെ മൊഴി എടുക്കാൻ വേണ്ടിയിട്ട് വരികയും ചെയ്യുമെന്ന് പറഞ്ഞു ഹോസ്പിറ്റലിലോട്ട്. പക്ഷേ ആരും വന്നില്ല. ഇതിങ്ങനെ പിന്നെയും പോയി കഴിഞ്ഞേച്ച് പോലീസുകാർ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഹോസ്പിറ്റലിൽ നിന്ന് പോയ മൊഴികൾ മാത്രമേ അവർ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. കാര്യം ഇത് പിന്നീട് മൊഴി മാറ്റി എന്നുള്ള രീതിയിൽ ഇതൊരു കള്ളക്കേസായിട്ട് മാറും. കാര്യം FIR ഇട്ടാൽ ഇത് നിൽക്കത്തില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പം ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്, അതായത് FIR എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസുകാർ അവർ തന്നെ അന്വേഷിച്ച് കഴിഞ്ഞ് വെച്ചാൽ അവർക്കറിയാമല്ലോ ഞാൻ ബൈക്കിൽ നിന്ന് വീണതാണോ അതോ എന്നെ മർദ്ദിച്ചതാണോ എന്നുള്ള കാര്യങ്ങൾ അവർക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണ അവർക്ക് തന്നെ കിട്ടും. ഒരു ഡോക്ടറാണെങ്കിൽ ഇനീഷ്യലി ഞാനൊരു അൺകോൺഷ്യസ് ആയിട്ട് എൻ്റെ കൂടെ ഒരു ബൈസ്റ്റാൻഡർ പോലും ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ ചെയ്യുന്നത്. ആ സമയത്ത് എന്നെ ഭീഷണിപ്പെടുത്തിയതിൻ്റെ പേരിലും ആ ഒരു രീതിയിൽ ഞാൻ കൊടുത്ത മൊഴിയുടെ പേരിലുള്ള രീതിയിൽ മാത്രമേ പോലീസുകാർക്കും ഇതിൻ്റെ പേരിൽ നടപടി എടുക്കാൻ പറ്റത്തുള്ളെങ്കിൽ പിന്നെ ഈ നീതിന്യായ വ്യവസ്ഥയിലൊന്നും മറ്റേ സാധാരണക്കാരെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? കാര്യം എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. കാര്യം ഇത് നാളെ ഒരു സാധാരണക്കാരന് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരാൻ പാടില്ല. എത്രയും പെട്ടെന്ന് ഇതിനകത്തൊരു നടപടി എടുക്കണമെന്നാണ് എൻ്റെ ആവശ്യം. ഇതിൽ 2 വസ്തുതകളുണ്ട്. ഒന്ന്, താങ്കളെ ആക്രമിച്ച ആളുകൾ എന്തോ ലഹരി ഉപയോഗിച്ചിരുന്നു, മദ്യമാകാം, മറ്റേതെങ്കിലും ലഹരി വസ്തുക്കളാകാം. 2, പോലീസിന് കൃത്യമായിട്ടും മനസ്സിലായിട്ടുണ്ട് താങ്കളെ ഒന്നിൽ കൂടുതൽ ആളുകൾ ചേർന്ന് മർദ്ദിച്ചതാണെന്ന്. ഇപ്പോൾ പോലീസ് ഈ പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നെന്ന് പറയുന്നു. ഇതിനു മുമ്പും താങ്കളെ ഉപദ്രവിച്ച അല്ലെങ്കിൽ മർദ്ദിച്ച യുവാക്കൾ അവർ ഇതിനു മുമ്പും ഇത്തരത്തിൽ സംഭവങ്ങളിൽ പ്രതികളായിട്ടുണ്ട്. പക്ഷേ അവർ ഓരോ പ്രാവശ്യവും രാഷ്ട്രീയ സ്വാധീനങ്ങളാലും പോലീസിൻ്റെ സഹായത്താലും രക്ഷപ്പെടുന്നു എന്ന് തന്നെയാണോ താങ്കൾ ആരോപിക്കുന്നത്? അത് തന്നെയാണ് കാര്യം. എനിക്കറിയാവുന്ന തന്നെ റാന്നിയിൽ തന്നെ പല കേസുകളും, റാന്നി ഗേറ്റിലാണ് ഇതുപോലെ അവിടുത്തെ റാന്നിയിലെ ഒരു ഹോട്ടലിൽ വെച്ചിട്ട് ഇവർ ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞേച്ച് അവിടെ ആ ഒരു പ്രശ്നം തന്നെ അത് കോംപ്രമൈസ് ചെയ്യുമായിരുന്നു. അതുപോലെ വടശ്ശേരിക്കരയിലെങ്ങാണ്ട് ഇതുപോലെ തന്നെ ഒരു സ്ഥലത്ത് ഇവർ പ്രശ്നമുണ്ടാക്കി അവിടെ ഒരു കോംപ്രമൈസ് സെറ്റിൽമെൻറ്റ് കഴിഞ്ഞിട്ടാണ് അവിടെ വന്നത് ഈ എന്നെ ആക്രമിച്ച പ്രതികൾ. അതുപോലെ റാന്നിയിൽ തന്നെ പലയിടത്തും അല്ലെങ്കിൽ പത്തനംതിട്ടയിൽ തന്നെ പലയിടത്തും ഇതുപോലെയുള്ള പല പ്രശ്നങ്ങളിൽ ഇവർ ഇടപെട്ട് കഴിഞ്ഞേച്ച്
കാശ് കൊടുത്തും അല്ലെങ്കിൽ പാർട്ടിയുടെ സ്വാധീനം കൊണ്ടും കോംപ്രമൈസ് ചെയ്തിട്ട് ഇറങ്ങി പോവുകയാണ് ഇവർ പൊതുവെ ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്താ പറയുന്നത്, അതിന് ആയിട്ടുള്ളവർ, അതായത് ആരെയാണോ ആക്രമിച്ചവർ, അവർ ഈ ഭീഷണിയുടെ പുറത്ത്, സ്വാധീനത്തിൻ്റെ പുറത്തും അവർക്ക് ഈ മൊഴികൾ മാറ്റി പറഞ്ഞിട്ടുള്ള സാഹചര്യങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കാര്യം ഇത് തുടർന്ന് പോകുന്നത് എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം എന്നുള്ളത്. അതായത് താങ്കൾക്ക് പറ്റിയ ഈ ഒരു ദുരനുഭവം നാളെ ഒരുപക്ഷെ മറ്റ് ചെറുപ്പക്കാർക്കും പറ്റിയേക്കാം. മാരകമായിട്ടുള്ള ലഹരിയുടെ പുറത്ത് മാരകമായിട്ടുള്ള ആക്രമണമായിരിക്കാം. ഇതേ രീതിയിൽ മറ്റുള്ള ചെറുപ്പക്കാർക്കും ആൾ മാറിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിലോ ഒരു അറ്റാക്ക് നേരിടേണ്ടി വരിക. അതിൽ താങ്കൾക്കൊരു മനസ്സിലൊരു ഭയമുണ്ട്. ഉറപ്പായിട്ടും ഭയമുണ്ട്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും അത്രയ്ക്ക് വലിയ പ്രായമുള്ളവരല്ല, ഒരു 24, 25, 26 വയസ്സുള്ളവരാണ്. പക്ഷെ അവർ ഉപയോഗിക്കുന്ന എന്ത് ലഹരിയാണെന്നോ, ആ ലഹരിയുടെ കാര്യം എന്നെ ആക്രമിക്കുന്ന സമയത്ത് പോലും കൊല്ലാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ്. കാര്യം ഒരാളെ മാറി ആക്രമിക്കുന്ന രീതിയിൽ പോലും അല്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ മാറിയിട്ടുണ്ടെങ്കിൽ അവർ ഒരു മുഖത്തിനിട്ട് അടിക്കും, ഇതൊന്നും അല്ല. കാര്യം എന്നെ ഞാൻ ഒഴിഞ്ഞു മാറിയില്ലായിരുന്നെങ്കിൽ എൻ്റെ തിരുനെറ്റിക്ക് കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ സ്പോട്ടിൽ ഞാൻ മരിക്കും. എനിക്കാണെങ്കിൽ ഇത്രയ്ക്ക് ഒരു ആരോഗ്യവും ഇത്രയും സൈസും ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവരെ പ്രതിരോധിച്ച് ഞാൻ ഒറ്റയ്ക്ക് കാർ ഡ്രൈവ് ചെയ്യാൻ പോകാൻ വേണ്ടിയിട്ട്. എനിക്കത് ഞാൻ പറഞ്ഞ ദൈവം ഇടപെട്ടിട്ടുള്ളൊരു സംഭവമാണ്. ഇല്ലെങ്കിൽ എന്നെക്കാട്ടിലും ഒരു ഇച്ചിരി ആരോഗ്യം കുറഞ്ഞ ഒരാളാണെങ്കിൽ, സ്വാധീനം ഇല്ലാത്ത ഒരാളാണെങ്കിൽ അവിടെ കിടന്ന് ബ്ലഡ് ചോര മാറുന്ന അവിടെ കിടന്ന് മരിച്ചു പോകത്തേ ഉള്ളൂ. കാര്യം നാളെ ഇത് ഒരാൾക്കും ഈ ഒരു അവസ്ഥ വരാൻ പാടില്ല. താങ്കളെ അവിടെ ക്രൂരമായി മർദ്ദിക്കുന്നതിന് നിരവധി സാക്ഷികളില്ലേ? ഉറപ്പായിട്ടും കണ്ടു നിന്നവർ അവിടുത്തെ ഹോട്ടൽ ഉടമയുണ്ട്, അവിടുത്തെ CCTV ഉണ്ടായിരുന്നു. ആ CCTV ഫുട്ടേജ് എല്ലാം ഉണ്ടെന്നുള്ള രീതി ഞാൻ വ്യക്തമായിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത കംപ്ലയിന്റിൽ കൊടുത്തതാണ്. ഇപ്പോൾ ഇന്നേക്കിപ്പം 10-20 ദിവസം കഴിഞ്ഞു. അപ്പോൾ ആ CCTV ഫുട്ടേജൊക്കെ അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളൂ എനിക്കറിയില്ല. പക്ഷേ ആ സമയത്ത് CCTV ഫുട്ടേജ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ഹോട്ടൽ ഉടമയുണ്ട്, അവിടെ കണ്ടു നിന്നവരുണ്ട്. പിന്നെ ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരുന്ന ഞാൻ പറഞ്ഞു എനിക്കറിയാമെന്ന് പറഞ്ഞു, അവരെല്ലാം സാക്ഷികളാണ്. അതായത് പോലീസിനോട് താങ്കൾ ഈ ഒരു വിവരം പറഞ്ഞപ്പോൾ പോലീസിന് വേണമെങ്കിൽ ഈ സംഭവം നടന്ന സ്ഥലത്തെത്തുകയും ഹോട്ടൽ ഉടമയെയും ഒപ്പം തന്നെ പരിസരത്ത് CCTV ദൃശ്യങ്ങളുണ്ടെങ്കിൽ അത് ശേഖരിക്കുകയും ചെയ്യാമായിരുന്നു. ഉറപ്പായിട്ടും പരിസരത്തുള്ള CCTV ഫുട്ടേജുകളും ആ ഹോട്ടൽ ഉടമയോടാണെങ്കിൽ അവരുടെ മൊഴി എടുക്കുകയും കാര്യങ്ങളും എല്ലാം ചെയ്യുമായിരുന്നു. എങ്കിലും അവർക്ക് മനസ്സിലായാമായിരുന്നു കാര്യം ഞാൻ ബൈക്കിൽ നിന്നല്ല വീണത്. എൻ്റെ മൊഴിയിൽ ഞാൻ എന്തുകൊണ്ടാണ് ആ മൊഴി പറഞ്ഞതെന്നുള്ളതും യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചെന്നുള്ള കാര്യം അവർക്ക് ആ ഒരു FIR രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിൽ അവർക്ക് തന്നെ അത് രേഖപ്പെടുത്താവുന്നതായിരുന്നു. ഈ യുവാവിന് പറയാനുള്ളത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, തന്നെ ക്രൂരമായി മർദ്ദിച്ച ആ ആളുകളെ അവരെ പോലീസ് കൃത്യമായി തന്നെ പിടികൂടണം, നിയമ നടപടികൾക്ക് വിധേയമാക്കണം. രണ്ട്, ഒരു രീതിയിലും ഇത്തരത്തിൽ ആളുമാറിയോ അല്ലെങ്കിൽ കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയോ ആക്രമിക്കുന്ന ആളുകളെ നിയമത്തിന് മുന്നിൽ നിന്നും ഒരു സ്വാധീനത്തിൻ്റെ പുറത്തും അവരെ അതിൽ നിന്നും വഴുതി പോകാൻ അനുവദിക്കരുത്. നിയമ നടപടികൾ ഉറപ്പായും സ്വീകരിക്കണം. ഇനി മറ്റ് ഒരു ചെറുപ്പക്കാരനും ഇത്തരത്തിലുള്ള ഒരു ദുരനുഭവം ഉണ്ടാകരുത് എന്നും ഈ ചെറുപ്പക്കാരൻ പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ ഒരു അപകടഘട്ടത്തിൽപ്പെട്ടതിന് ശേഷം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുമ്പോൾ നമ്മൾ ആദ്യം കൊടുക്കുന്ന കൃത്യമായിട്ടുള്ള വിവരം അതാണ് പോലീസിലേക്ക് പോവുക. ഈ ചെറുപ്പക്കാരൻ്റെ കാര്യത്തിലും അതാണ് ഇവിടെ ഒരു നെഗറ്റീവ് പ്രശ്നമായി വന്നിരിക്കുന്നത്. അതായത് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടപ്പോൾ ആദ്യം പറഞ്ഞത് ഭയന്നുകൊണ്ട്, പുറകിൽ തന്നെ ആക്രമിച്ചവർ പിന്തുടരുന്നു എന്ന ഭയം കൊണ്ട് ഒരു ബൈക്കിൽ നിന്ന് വീണു എന്ന് ഒരു വാക്കവിടെ പറഞ്ഞുപോയി. അതാണ് പിന്നീട് പോലീസിലേക്കുള്ള ഇൻഫർമേഷനായി ആശുപത്രി അധികൃതരിൽ നിന്നും പോയത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.